സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിളനിലമെന്ന് വിശേഷിപ്പിക്കുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അംഗം അതിന്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ബീഹാറിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സഖ്യവും, മറുഭാഗത്ത് ബീഹാറിന്റെ ഭരണം നിലനിർത്താൻ NDAയും അരയും തലയും മുറുക്കിയുള്ള പോരാട്ടത്തിലാണ്. RJD നേതാവ് തേജസ്വി യാദവ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന പ്രഖ്യാപനം വന്നുകഴിഞ്ഞു. മറുഭാഗത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാറോ അതോ BJPയിൽ നിന്ന് മറ്റാരെങ്കിലുമോ എന്ന ചോദ്യം വോട്ടർമാർക്കിടയിലുണ്ട്. NDAയിലെ കക്ഷിയായ ജനതാദൾ യുണൈറ്റഡ്, നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന് ബീഹാറിൽ കാര്യമായ വേരോട്ടമുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ നിതീഷ് കുമാറിന്റെ ചിറകിലേറി നിതീഷ് കുമാറിനെ പാടെ വിഴുങ്ങി ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ജനതാദൾ യുണൈറ്റഡ് പ്രവർത്തകർ നിതീഷ് കുമാർ BJP സ്ഥാനാർത്ഥികളെ കാലുവാരുമോ എന്നൊരു ഭയം BJPക്കുണ്ട്. NDAക്കകത്തുള്ള ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി പാസ്വാൻ വിഭാഗവും BJPയുമായി അത്ര നല്ല രസത്തിലല്ല. ജിതൻ റാം മാഞ്ചിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അതൃപ്തികൾ പുകയുന്നുണ്ട് എന്നാണ് ബീഹാറിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. മറ്റൊരു ഭാഗത്ത് ഇന്ത്യ സഖ്യം അതിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൃത്യമായ ചലനം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. തേജസ്വി യാദവ് തന്നെയാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മകൻ. ലാലു പ്രസാദ് യാദവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാമക്ഷേത്ര വിവാദം രാജ്യത്ത് കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അന്നത്തെ BJPയുടെ സമുന്നത നേതാവായിരുന്ന LK അദ്വാനി രാജ്യത്താകമാനം ഒരു രഥയാത്ര പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ മണ്ണിനെ ഇന്ത്യ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്ന രഥയാത്രയായിരുന്നു ആ യാത്ര എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആ യാത്രയെ ബീഹാറിന്റെ മണ്ണിൽ തടഞ്ഞ അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ തന്റേടം കാണിച്ച അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയുടെ പേരാണ് ലാലു പ്രസാദ് യാദവ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളിലും ആദർശങ്ങളിലും വെള്ളം ചേർക്കാൻ തയ്യാറാകാത്ത, മതേതര മൂല്യങ്ങൾ എന്നും മുറുകെ പിടിക്കുന്ന, അധികാരത്തിന് വേണ്ടി ഒരു സംഘപരിവാറിനോട് കൂട്ടുചേരാത്ത ഇന്ത്യയിലെ കോൺഗ്രസ് ഇതര ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് ലാലു പ്രസാദ് യാദവ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ച ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തേര് തെളിക്കുന്നത്. കൂടെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ രാജേഷ് റാമും കനയ്യകുമാറും പപ്പു യാദവ് അടക്കമുള്ള നേതാക്കന്മാരുമുണ്ട്. പ്രാദേശിക നേതാക്കന്മാർക്ക് പുറമെ ബീഹാറിന്റെ ചുമതല വഹിക്കുന്ന AICC സെക്രട്ടറി കൃഷ്ണ അല്ലവരുമുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് അതിന്റെ അംഗം അതിന്റെ പരകോടിയിലെത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ കൂടി ബീഹാറിലേക്ക് കളം നിറയാൻ എത്തുകയാണ്. രാഹുൽ ഗാന്ധി, സഹോദരി പ്രിയങ്ക ഗാന്ധി, മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി, കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഒരാളായ സച്ചിൻ പൈലറ്റ, DK ശിവകുമാർ തുടങ്ങി പവൻ ഖേര, ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി, ജയറാം രമേശ് തുടങ്ങി കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരെല്ലാം ബീഹാറിൽ കളം നിറയുകയാണ്. ബീഹാറിൽ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ബീഹാറിന്റെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യം. നവംബർ 14 വോട്ടെണ്ണുമ്പോൾ ബീഹാറിന്റെ തലസ്ഥാനമായ പാട്ന നഗരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയും RJDയുടെ റാന്തൽ ആലേഖനം ചെയ്ത ഹരിത പതാകയും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചെങ്കൊടിയും ഒരുമിച്ച് പാറുമെന്ന് തന്നെയാണ് ബീഹാറിൽ നിന്നും അവസാനം പുറത്തു വരുന്ന വാർത്തകൾ.